നിയമപരമായി വിവാഹിതരായവർ ബന്ധം വേർപെടുത്തുന്നതാണല്ലോ വിവാഹമോചനം അഥവാ ഡിവോഴ്സ്. ഇന്ന് നമുക്ക് അത് സുപരിചിതവും വളരെ നോർമലുമാണ്. എന്നാൽ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇന്ത്യയിൽ ആരായിരിക്കും ആദ്യമായി ഡിവോഴ്സ് ചെയ്തിട്ടുണ്ടാവുക? നോക്കാം. ഇൻഡെപ്തിലേക്ക് സ്വാഗതം. ഇന്ത്യയിൽ ആദ്യമായി വിവാഹബന്ധം വേർപെടുത്തിയത് ഒരു സ്ത്രീയാണ്, രുക്മാബായ് റൌത്ത്. 140 വർഷങ്ങൾക്ക് മുൻപ്, അതായത് 1885 ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്ന ആ കാലത്ത് ഇന്ത്യൻ നിയമചരിത്രത്തിലെ ഒരു നാഴികക്കല്ലെന്നു തന്നെ അതിനെ വിശേഷിപ്പിക്കാം. താൻ ആഗ്രഹിക്കാതെ നടന്ന വിവാഹത്തിനെതിരെ പോരാടുകയും വിവാഹമോചനം നേടുകയും ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ വ്യക്തി. 1864 മുംബൈയിലാണ് രുക്മാബായ് ജനിച്ചത്. വെറും 14 വയസ്സുള്ളപ്പോഴാണ് അവരുടെ അമ്മ വിവാഹിതയായത്. 15-ാം വയസ്സിൽ രുക്മാബായിക്ക് ജന്മം നൽകി. അമ്മയുടെ 17-ാമത്തെ വയസ്സിൽ അച്ഛൻ മരിച്ചു. പിന്നീട് അവർ ഡോക്ടർ സക്കാറാം അർജുൻ റൌത്തിനെ വിവാഹം ചെയ്തു. രുക്മാബായിൽ ഏറെ സ്വാധീനം ചെലുത്തിയ വ്യക്തിയാണ് രണ്ടാനച്ഛനായ അർജുൻ റൌത്ത്. അന്നത്തെ സാമൂഹിക രീതി അനുസരിച്ച് 11 വയസ്സുള്ളപ്പോൾ 19 വയസ്സുള്ള ദാദാജി ഭിക്കാജിയെ രുക്മാബായിക്ക് വിവാഹം ചെയ്യേണ്ടി വന്നു. എന്നാലും രുക്മാബായി സ്വന്തം വീട്ടിൽ തന്നെ തുടർന്നു, രണ്ടാമച്ഛന്റെ പിന്തുണയോടെ പഠനവും. വിവാഹം കഴിഞ്ഞ് 9 വർഷത്തിനു ശേഷം തന്നോടൊപ്പം താമസിക്കാൻ ദാദാജി രുക്മാബായിയെ നിർബന്ധിച്ചു. എന്നാൽ രുക്മാബായ് അത് നിരസിച്ചു. അന്നത്തെ ആളുകളുടെ ചിന്താഗതി അനുസരിച്ച് ഏറെ ധിക്കാരപരമായ തീരുമാനം. എന്നാൽ പിന്മാറാൻ ദാദാജി തയ്യാറായില്ല. അദ്ദേഹം ബോംബെ ഹൈക്കോടതി, അതായത് ഇന്നത്തെ മുംബൈ ഹൈക്കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തു. ഭർത്താവിന് ഭാര്യയെ കൂട്ടിക്കൊണ്ടുപോകാനുള്ള അവകാശം ചൂണ്ടിക്കാണിച്ചായിരുന്നു കേസ്. 1885 ചരിത്രപ്രധാനമായ ദാദാജി ഭിക്കാജി വേഴ്സസ് രുക്മാബായ് കേസിലേക്ക് ഇത് നയിച്ചു. പുരുഷനെ ധിക്കരിച്ച സ്ത്രീ, അന്നത്തെ രീതികൾ പിന്തുടരാൻ വിസമ്മതിച്ചവൾ, ഇഷ്ടപ്പെടാത്ത വിവാഹത്തിനെതിരെ പോരാടുന്നവൾ. രുക്മാബായിയുടെ ധീരമായ നിലപാട് രാജ്യത്താകെ ശ്രദ്ധ പിടിച്ചുപറ്റി. ദാദാജി ഭിക്കാജിയുടെ വൈവാഹികാവകാശം പുനഃസ്ഥാപിക്കൽ എന്ന കേസ് ആദ്യം ജസ്റ്റിസ് റോബർട്ട് ഹിൽ പിൻഹയുടെ അടുത്താണ് എത്തിയത്. ബാല്യകാലത്ത് ആരംഭിച്ച വിവാഹം തുടരാൻ രുക്മാബായിയെ നിർബന്ധിക്കാനാവില്ലെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അത് തള്ളിക്കളഞ്ഞു. ദാദാജി അപ്പീൽ നൽകി. 2 ജഡ്ജിമാരുടെ ബെഞ്ചിന് മുമ്പാകെ പുതിയ വാദം കേൾക്കൽ നടന്നു. 1887 മാർച്ചിൽ ജസ്റ്റിസ് ഫർഹാൻ ദാദാജിക്ക് അനുകൂലമായി വിധിച്ചു. 2 ഉപാധികളാണ് ജസ്റ്റിസ് ഫർഹാൻ രുക്മാബായിക്ക് മുമ്പിൽ വെച്ചത്. ഒന്നുകിൽ ഭർത്താവിനൊപ്പം ജീവിക്കാം, അല്ലെങ്കിൽ 6 മാസം ജയിൽ ശിക്ഷ അനുഭവിക്കണം. രണ്ടിലേതെങ്കിലും ഒന്ന് തീരുമാനിക്കാൻ രുക്മാബായിയോട് ആവശ്യപ്പെട്ടു. തിരിച്ചറിയാനാകാത്ത പ്രായത്തിൽ ഇഷ്ടമില്ലാത്ത വിവാഹത്തിന് നിർബന്ധിച്ച, വിവാഹം കഴിപ്പിച്ച, അതിന് കൂട്ടുനിന്ന നിയമവ്യവസ്ഥയെ ചോദ്യം ചെയ്ത് രുക്മാബായ് ജയിൽ ശിക്ഷ തിരഞ്ഞെടുത്തു. ഭർത്താവിനൊപ്പം പോകാൻ കഴിയില്ലെന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. ഇത് ദേശീയ അന്തർദേശീയ ശ്രദ്ധ ആകർഷിച്ചു, സാമൂഹിക പ്രശ്നങ്ങളിലേക്ക് വഴിവെച്ചു. പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വന്നു. എന്നാൽ രുക്മാബായ് തന്റെ തീരുമാനത്തിൽ ഉറച്ചുനിന്നു. വിദ്യാഭ്യാസത്തിൽ നിന്നും അവർക്കു ലഭിച്ച ശക്തി അതായിരുന്നു. അതിനാൽ ഒരു വിഭാഗം ആളുകളുടെ പിന്തുണ രുക്മാബായിക്ക് ലഭിച്ചു. വിദ്യാഭ്യാസം നേടിയതാണ് ഭർത്താവിനെ ധിക്കരിക്കാൻ അവരെ പ്രേരിപ്പിച്ചതെന്ന് ചിലർ വിധിയെഴുതി. എന്നാൽ ബ്രിട്ടനിലെ ആളുകളുടെ മനോഭാവം മറ്റൊന്നായിരുന്നു. താല്പര്യമില്ലാത്ത വിവാഹത്തിന്റെ ഇരയായ രുക്മാബായിയെ പലരും കാണാനെത്തി, അനുഭാവം പ്രകടിപ്പിച്ചു. ചില പരിഷ്കർത്താക്കളിൽ നിന്നും ആക്ടിവിസ്റ്റുകളിൽ നിന്നും വ്യാപകമായ പിന്തുണ നേടിയെടുത്ത രുക്മാബായ് ഇംഗ്ലണ്ടിലെ പ്രിവി കൗൺസിലിൽ അപ്പീൽ നൽകി. ദാദാജി നഷ്ടപരിഹാരത്തിനായി നൽകിയ കേസ് പിൻവലിക്കാൻ ആവശ്യപ്പെട്ടു. അവരുടെ ലേഖനങ്ങൾ വിക്ടോറിയ രാജ്ഞിയുടെ ശ്രദ്ധയിൽപ്പെടുകയും വിവാഹമോചന കേസിൽ രാജ്ഞി തന്നെ നേരിട്ടിടപെടുകയും ചെയ്തു. രുക്മാബായ് നേരിട്ട അനീതി അവർ തിരിച്ചറിയുകയും അനുകൂലമായ വിധി പ്രസ്താവിക്കുകയും ചെയ്തു. 1888 ജൂലൈയിൽ കേസ് ഒത്തുതീർപ്പായി. ഈ രാജകീയ ഇടപെടൽ രുക്മാബായിക്ക് സ്വാതന്ത്ര്യം നൽകിയെന്നു മാത്രമല്ല, 1881 ഏജ് ഓഫ് കൺസെന്റ് ആക്ട്, ശൈശവ വിവാഹം ഇല്ലാതാക്കൽ എന്നിങ്ങനെയുള്ള 2 സുപ്രധാന നിയമമാറ്റങ്ങളിലേക്കാണ് രുക്മാബായിയുടെ നിയമപോരാട്ടം നയിച്ചത്. കേസിൽ നിന്നും മോചനം ലഭിച്ച രുക്മാബായി ആഗ്രഹപ്രകാരം വിദ്യാഭ്യാസം തുടർന്നു. ലണ്ടൻ സ്കൂൾ ഓഫ് മെഡിസിൻ ഫോർ വുമണിൽ പഠിക്കാനുള്ള തീരുമാനത്തിലേക്കെത്തി. ലിംഗപരമായ തടസ്സങ്ങൾ തകർത്ത് ഭാവി തലമുറയിലെ സ്ത്രീകൾക്ക് വൈദ്യശാസ്ത്ര മേഖലയിലേക്ക് പ്രവേശിക്കാൻ വഴിയൊരുക്കി. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം പോലും നിഷേധിച്ച ഒരു കാലത്ത് മെഡിക്കൽ വിദ്യാഭ്യാസം നേടിയ വനിതാ ഡോക്ടർമാരിൽ ഒരാളായി. അവരുടെ അവിശ്വസനീയമായ ജീവിതത്തിനും സംഭാവനകൾക്കും ഒരു മുന്നോടി മാത്രമാണ് ഈ വിവാഹമോചന കേസ്. സ്ത്രീ അടിച്ചമർത്തലുകൾ മാത്രം നേരിട്ട ഒരു കാലത്ത് ചരിത്രപരമായ ഐതിഹാസിക വിധിക്കായി പോരാടിയ ധീര വനിതയാണ് രുക്മാബായ്. എന്നാൽ സാമൂഹിക പരിഷ്കരണത്തിനും സ്ത്രീകളുടെ അവകാശങ്ങൾക്കും രുക്മാബായ് നൽകിയ ഗണ്യമായ സംഭാവനകൾ ഉണ്ടായിരുന്നിട്ടും മെഡിക്കൽ ജീവിതത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതിനാൽ പരിമിതമായ അംഗീകാരം മാത്രമേ അവർക്ക് ലഭിച്ചുള്ളൂ. നമ്മുടെ ചരിത്രത്തിൽ മുൻനിരയിൽ അടയാളപ്പെടുത്തേണ്ട വ്യക്തികളിൽ ഒരാൾ തന്നെയാണ് രുക്മാബായ് റൌത്ത്.